Hi Folax. How can I help you? Say hi to my subscribers. Hello to all my wonderful subscribers out there. എന്ത് പേരല്ലേ ഫോലാക്സ്. ഇതാണ് ഇൻഫിനിക്സ് നോട്ട് 45G. ഇന്ത്യയിലെ ആദ്യത്തെ 120 ഹെർട്സിന്റെ ആമോലെഡ് ഡിസ്പ്ലേ ഉള്ള 108 മെഗാ പിക്സലിന്റെ ക്യാമറയുള്ള 256 GB സ്റ്റോറേജ് ഉള്ള വയർലെസ് ചാർജിംഗ് അടങ്ങിയ സ്മാർട്ട് ഫോൺ, അതും 20,000 രൂപയ്ക്ക് താഴെ. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 17,999 രൂപയ്ക്ക്. സോ ഇതാണ് നമ്മുടെ ബോക്സ്. ഈ പച്ച പെട്ടിക്കകത്ത് നിങ്ങൾക്ക് 2 പെട്ടി കിട്ടും. ഒന്നാമത്തെ പെട്ടിക്കകത്ത് നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ. ഇത് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കളർ പറയാനായിട്ട് പറ്റില്ല, കാരണം ഒരു സിഡിയുടെ ഒക്കെ ബാക്ക് സൈഡ് പോലെ ഇരിക്കും. ഈ കളറിന് അവർ പറയുന്നത് ടൈറ്റൻ ഗോൾഡ് എന്നാണ്. ഒരു കളറും കൂടി ഉണ്ട്, ഒബ്സിഡിയൻ ബ്ലാക്ക്. കൂടെ നിങ്ങൾക്ക് 33 വാട്ടിന്റെ ചാർജർ, ടൈപ്പ് എ ടു ടൈപ്പ് സി കേബിൾ, സിം ടൂൾ, യൂസർ മാനുവൽ, ഫോണിൽ ഒട്ടിക്കേണ്ട ടെമ്പേർഡ് ഗ്ലാസും അത് ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങൾ, കുറച്ചധികം ഫോണുമായി ബന്ധപ്പെട്ട സ്റ്റിക്കേഴ്സ്, അതുപോലെ തന്നെ ഒരു മാറ്റ് ഫിനിഷ് ഉള്ള ഹാർഡ് പ്ലാസ്റ്റിക് കേസ് വിത്ത് ഈ ഒരു വട്ടം. ഈ വട്ടം എന്തിനാണ് എന്നുള്ളത് രണ്ടാമത്തെ പെട്ടി പൊട്ടിച്ചാൽ മനസ്സിലാവും. ഇതാണ് ഇൻഫിനിക്സിന്റെ മാഗ് പാഡ്. ഒന്നുമില്ല, ഇതൊരു വയർലെസ് മാഗ്നറ്റിക് ചാർജിംഗ് പാഡ് ആണ്. ഇത്തരത്തിൽ നമ്മുടെ കേസിന്റെ പുറകിൽ ഒട്ടും. സോ സ്മാർട്ട് ഫോൺ എടുക്കുക, ഈ ഒരു മാഗ് കേസ് ഇതിലേക്ക് ഇടുക, ഈ ഒരു വയർലെസ് മാഗ് പാഡിലേക്ക് ടൈപ്പ് സി കേബിൾ കുത്തുക, ഫോണിന്റെ പുറകിൽ ഇത്തരത്തിൽ മാഗ്നറ്റിക്കലി ഇത് അറ്റാച്ച് ആവും, ഫോൺ ചാർജ് ആവും. ഈ ഒരു പരിപാടി കേസ് ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ, അല്ലാതെ ഒട്ടിപ്പിടിക്കില്ല. ഒരു ബോക്സ് ഷേപ്പിലാണ് ഫോൺ. 185 ഗ്രാമോളം വെയിറ്റ് ഉണ്ട്. 6.78 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് ആയിട്ടുള്ള 120 ഹെർട്സിന്റെ 10 ബിറ്റ് ആമോലെഡ് ഡിസ്പ്ലേ. സ്മാർട്ട് സ്വിച്ച് ഉണ്ട്, 60 ഹെർട്സ്, 90 ഹെർട്സ്, 120 ഹെർട്സ്. മുന്നിൽ സ്വല്പം താഴെയായിട്ട് നിങ്ങൾക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറും കൊടുത്തിട്ടുണ്ട്. 1300 നിറ്റ്സിന്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ് ആണുള്ളത്. ഔട്ട് സൈഡിൽ ഡയറക്റ്റ് സൺലൈറ്റിൽ പോകുകയാണെങ്കിൽ ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് സെറ്റിംഗിനകത്ത് ഹൈ ബ്രൈറ്റ്നസ് മോഡ് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു വിസിബിലിറ്റി കിട്ടും. TUV റെയിലന്റ് ഐ കെയർ സർട്ടിഫൈഡും ആണ് ഡിസ്പ്ലേ. അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ആണ്. നിങ്ങൾക്ക് പഞ്ചി ആക്കണമെങ്കിൽ ഡിസ്പ്ലേ സെറ്റിംഗിൽ പോയിട്ട് ആ ഒരു മോഡും ഇടാം. ബാക്ക് സൈഡിൽ ഫ്ലാഷിന്റെ റിംഗ് കണ്ടോ? അതിന്റെ നടുഭാഗത്തുള്ള ഈ ഒരു മെറ്റൽ, അത് ആക്ച്വലി ഒരു AI വോയിസ് ആക്ടിവേറ്റഡ് ലൈറ്റ് ആണ്. ഹൈ ഫോലാക്സ്. ഇതിനെ അവർ പറയുന്നത് AI ആക്റ്റീവ് ഹാലോ ലൈറ്റിംഗ് എന്നാണ്. സെറ്റിംഗ്സിനകത്ത് ആക്റ്റീവ് ഹാലോ ലൈറ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഇൻകമിംഗ് കോളുകൾക്കും നോട്ടിഫിക്കേഷൻ തിരിച്ചറിയാനും ചാർജിങ്ങിന് വേണ്ടിയും ഗെയിംസ്, മ്യൂസിക്, സ്റ്റാർട്ടപ്പ്, എന്തിന് ഈ കാണിച്ച പോലെ വോയിസ് അസിസ്റ്റന്റ് ഓൺ ആകുമ്പോഴും ഈ ഒരു ലൈറ്റ് ഇത്തരത്തിൽ തിളങ്ങുന്നതായിരിക്കും. ആൻഡ് ഈ ഒരു ലൈറ്റ് എങ്ങനെ തിളങ്ങണം, ഏതൊക്കെ മോഡ് വേണം, ഏതൊക്കെ കളർ വേണം എന്നുള്ളതെല്ലാം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ടും പറ്റും. ബേസിക്കലി പണ്ട് കാലത്ത് നമുക്ക് സ്മാർട്ട് ഫോണുകളിൽ മുന്നിലായിരുന്നു ഈ ഒരു ലൈറ്റ് നോട്ടിഫിക്കേഷന് വേണ്ടി. ഇതിപ്പോൾ പുറകിൽ വെച്ചൊരു AI എന്നുള്ള രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്നു. എന്തായാലും വോയിസ് അസിസ്റ്റന്റ് ഓൺ ആകുമ്പോൾ ഈ ഒരു ലൈറ്റ് കത്തണമെങ്കിൽ ഗൂഗിൾ അസിസ്റ്റന്റ് കൊണ്ട് പറ്റില്ല. ഇവരുടെ സ്വന്തമായ ഫോലാക്സ് എന്ന് പറഞ്ഞ അസിസ്റ്റന്റ് വെച്ച് മാത്രമേ പറ്റുള്ളൂ. ബേസിക്കലി ഫോലാക്സ് എന്ന് പറഞ്ഞ അസിസ്റ്റന്റിന്റെ ഉള്ളിൽ ഈ ഒരു സ്മാർട്ട് ഫോണുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ ചെയ്യാനും പല കാര്യങ്ങൾ സെർച്ച് ചെയ്യാനായിട്ടും യൂസ് ചെയ്യാം. ബട്ട് ഇൻഫിനിക്സിന്റെ ഐഡിയിൽ നിങ്ങൾ ലോഗിൻ ചെയ്യും. ഈ ലൈറ്റിന്റെ ഇപ്പുറത്തായിട്ട് നിങ്ങൾക്ക് 3 ക്യാമറകൾ കാണാം. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് എന്നാണ് പറയുന്നത്. പക്ഷേ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിൽ ഇവിടെ കാണുന്ന ഒരു 108 മെഗാ പിക്സലിന്റെ ക്യാമറയിൽ മാത്രമാണ് നമ്മൾക്ക് ഫോട്ടോ എടുക്കാനായിട്ട് പറ്റുന്നത്. സോ ബാക്കിയുള്ള 2 ക്യാമറ എന്താണ് ചെയ്യുന്നത് എനിക്ക് കാര്യമായിട്ടൊരു പിടിയില്ല. എന്നാലും 108 മെഗാ പിക്സൽ ഒരു ക്യാമറയാണ് എന്നുള്ളത് കൊണ്ട് അധികം ക്വാളിറ്റി ലോസ് ഇല്ലാതെ നിങ്ങൾക്ക് ഒരു 3x ഫോട്ടോ എടുക്കാനായിട്ട് പറ്റും. ഇതൊക്കെയാണ് ഞാൻ ഇതിൽ എടുത്തിരിക്കുന്ന ഇനിഷ്യൽ ഫോട്ടോ സാമ്പിൾസ്. സോ ആസ് യൂഷ്വൽ ഒരു ശരാശരി ക്യാമറയാണ് ഇൻഫിനിക്സ് കൊടുക്കുന്നത്. ആൻഡ് ഫ്രണ്ടിൽ നിങ്ങൾക്ക് 32 മെഗാ പിക്സലിന്റെ ഒരു സെൽഫി ക്യാമറയാണ്. ഇത്തരത്തിലുള്ള ഒരു സെൽഫി ഔട്ട്പുട്ട് ആണ് വരുന്നത്. ഇനി വീഡിയോ ഡിപ്പാർട്ട്മെന്റിൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇല്ല, അതുകൊണ്ട് ഇത്തരത്തിലുള്ള വീഡിയോസ് ആണ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾക്ക് 1080p 60 ഫ്രെയിംസ് പെർ സെക്കൻഡിലും മാക്സിമം 2K 30 ഫ്രെയിംസ് പെർ സെക്കൻഡിലുമാണ് വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. സർപ്രൈസിംഗ്ലി ഫ്രണ്ട് ക്യാമറയിൽ നിങ്ങൾക്ക് ഇതേപോലെ 1080p 60 ഫ്രെയിംസ് പെർ സെക്കൻഡിലും 2K 30 ഫ്രെയിംസ് പെർ സെക്കൻഡിലും വീഡിയോസ് ഷൂട്ട് ചെയ്യാം. ഇനി പെർഫോമൻസിന്റെ സൈഡിൽ ഇതിനകത്ത് വന്നിരിക്കുന്നത് മീഡിയാടെക്കിന്റെ ഡിമെൻസിറ്റി 7020 5G ചിപ്സെറ്റ് ആണ്. ഓൾമോസ്റ്റ് 4.8 ലാക്സിന്റെ ഒരു AnTuTu സ്കോർ ആണ് വരുന്നത്. AnTuTu ബെഞ്ച്മാർക്ക് ലൈറ്റ് ആണ് റൺ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഈ ഒരു സ്കോർ വരാനുള്ള പ്രോസസർ കൂടാതെയുള്ള കാരണങ്ങൾ ഇതിനകത്ത് 8 GB LPDDR4X റാമും 256 GB UFS 2.2 സ്റ്റോറേജുമാണ് വരുന്നത്. വെൽ അഡീഷണൽ 8 GB വിർച്വൽ റാം കിട്ടുമെങ്കിലും UFS 2.2 സ്റ്റോറേജ് ആണ്. സോ എത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കും എന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും. 15 വാട്ടിന്റെ ആണ് ഈ പറഞ്ഞ മാഗ് ചാർജ് ഉള്ളത്. ഞാൻ ഈ കാണിച്ച ആ ഒരു മാഗ് കേസും ഈ കാണുന്ന മാഗ് പാഡും ഇത് ലിമിറ്റഡ് ടൈമിന് ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് ഇൻഫിനിക്സ് കൊടുക്കുന്നുണ്ട്. ഇനിഷ്യൽ സെയിൽ ടൈം. ഇതിന്റെ തിക്നെസ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം സ്മാർട്ട് ഫോണിന്റെ അത്രയും തന്നെയാണുള്ളത്. 6.9 മില്ലിമീറ്റർ ആണ്. ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് ഒരു ലൈറ്റും കൊടുത്തിട്ടുണ്ട്. USB ടൈപ്പ് സി കേബിൾ കുത്തുന്ന സമയത്ത് ചാർജ് ആകുമ്പോൾ ഈ ഒരു ലൈറ്റ് കത്തുന്നതായിരിക്കും. ചാർജിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇതിനകത്ത് 5000 mAh ഒരു ബാറ്ററിയാണ് വരുന്നത്. 33 വാട്ടിന്റെ ഒരു ഫാസ്റ്റ് ചാർജിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ചാർജർ നിങ്ങൾക്ക് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ചാർജിംഗ് മാനേജ് ചെയ്യാൻ വേണ്ടി
വേണ്ടി ഇതിനകത്ത് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പവർ മാനേജ്മെന്റ് ചിപ്പ് ഉണ്ട്. ആ ഒരു ചിപ്പിന്റെ പേര് അവർ പറയുന്നത് ചീറ്റ X1 എന്നാണ്. ഈ ഒരു ചിപ്പ് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫാസ്റ്റ് ചാർജിങ് കുത്തുമല്ലോ, അപ്പം നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. നോർമലി ഫാസ്റ്റ് ചാർജ് ചെയ്യുമ്പോൾ ഫോൺ ഒന്ന് ഹീറ്റ് ആവും. സോ നിങ്ങൾക്ക് ഫോൺ ഹീറ്റ് ആയാലും കുഴപ്പമില്ല, ഫാസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്യണമെന്നാണോ, അതോ ഫോൺ തന്നെ ഓട്ടോമാറ്റിക്കലി ചാർജിങ് സ്പീഡ് മാനേജ് ചെയ്ത് അധികം ചൂടാവാത്ത രീതിയിൽ ചാർജ് ആയാൽ മതിയോ, അല്ല കുറച്ച് സ്ലോ ആയി ചാർജ് ആയാലും കുഴപ്പമില്ല, ലോ ടെമ്പറേച്ചറിൽ ചാർജ് ആയാൽ മതി എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. വെൽ, ചില ഓപ്ഷൻസ് എല്ലാം ഇതിന്റെ കൂടെ വരുന്ന ചാർജർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ വരുള്ളൂ എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. കൂടാതെ ഗെയിം കളിക്കുമ്പോൾ നിങ്ങൾ കുത്തിയിട്ടാണ് കളിക്കുന്നതെങ്കിൽ ബൈപാസ് ചാർജിങ്, വയർലെസ് ചാർജിങ് കൂടാതെ നിങ്ങൾക്ക് റിവേഴ്സ് വയർലെസ് ചാർജിങ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഫീച്ചർ, AI ചാർജ് പ്രൊട്ടക്ഷൻ മുതലായ കാര്യങ്ങളെല്ലാമാണ് ഈ ഒരു ചിപ്സെറ്റ് മാനേജ് ചെയ്യുന്നത്. ഇനി OSനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്ത് Android 14 ബേസ് ചെയ്തിട്ടുള്ള XOS 14 ആണ് വരുന്നത്. എന്റെ GT20 Proന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും XOS 14 എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, കുറച്ചുകൂടി ക്ലീൻ OS ആണ്. ബൈ ഡിഫോൾട്ട് ഇൻസ്റ്റാൾ ആയി വന്നിരിക്കുന്ന തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് തീരെ ഇല്ല എന്ന് തന്നെ പറയാം. ഇൻഫിനിക്സിൻ്റെതായിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട്, X Arena, X Club, X Theme, V Life എന്നൊക്കെ. ഈ ആപ്ലിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ X Arena അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞപ്പോൾ പല ആൾക്കാരും കമന്റ് ചെയ്തിരുന്നു, ബ്രോ അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയല്ലേ, അതിനകത്ത് കൂടെ ഗെയിം ഒക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന്. സോ ഇറ്റ്സ് യുവർ ചോയ്സ്. എന്നാൽ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇതിനകത്ത് കൂടെ വന്നിരിക്കുന്ന ഫോളാക്സ് എന്ന് പറഞ്ഞ ആ ഒരു AI ഒരു ആപ്പും കൂടിയുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെക്കാം, ഡീഫോൾട്ട് ആയിട്ട് അത് കിടക്കും, ഇല്ലെങ്കിൽ ഗൂഗിൾ അസിസ്റ്റന്റ് ആയിട്ട് ഇടാം. എന്നാലും ഡിവൈസിനകത്ത് ആഡ്സും തേർഡ് പാർട്ടി റെക്കമെൻഡേഷൻസും ഒന്നും തന്നെ കണ്ടില്ല. 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും 3 വർഷത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ്സുമാണ് ഇൻഫിനിക്സ് പ്രോമിസ് ചെയ്യുന്നത്. ഡിവൈസിനകത്ത് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്, JBL ട്യൂൺ ചെയ്തേക്കുന്നതാണ് എന്ന് പറയുന്നു. കുഴപ്പമില്ല, അത്യാവശ്യം ലൗഡ് ആയിട്ടുള്ള സ്പീക്കർ എന്ന് മാത്രമേ പറയുള്ളൂ. മുകളിലും താഴെയും ആ ഒരു സൗണ്ട് ബാലൻസ് ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗത്തായിട്ട് സൗണ്ട് ബൈ JBL തൊട്ടിപ്പുറത്ത് നിങ്ങൾക്ക് IR ബ്ലാസ്റ്റർ കാണാം. ഇതിനകത്ത് IR റിമോട്ട് ഫീച്ചർ ഉണ്ട്. കൂടാതെ ടാപ്പ് ആൻഡ് പേ ചെയ്യാനായിട്ട് NFC-യുടെ സപ്പോർട്ട്, 14 5G ബാൻഡുകളുടെ സപ്പോർട്ട്, ഇപ്പോൾ പല സ്മാർട്ട് ഫോണിലും കണ്ടുവരാത്ത വേറൊരു സാധനത്തിന് സപ്പോർട്ടും ഉണ്ട്, FM റേഡിയോയുടെ. ഇതിനകത്ത് 3.5mm ജാക്ക് ഇല്ലെങ്കിലും നിങ്ങൾ Type-C കേബിൾ ഉപയോഗിച്ചിട്ടുള്ള ഇയർഫോൺസ് കുത്തിക്കഴിഞ്ഞാൽ റേഡിയോവും കേൾക്കാം. ഡ്യുവൽ നാനോ സിം ഇടാം, SD കാർഡ് ഇടാനായിട്ട് പറ്റും. 1 TB വരെ നിങ്ങൾക്ക് മെമ്മറി എക്സ്പാൻഡ് ചെയ്യാനും പറ്റും. കൂടാതെ ഡിവൈസ് IP53 റേറ്റഡ് ആണ്. 8GB റാമും 256GB സ്റ്റോറേജ് വേരിയന്റിന്റെ പ്രൈസ് വരുന്നത് 19,999 rupees ആണ്. ഈ ഒരു പ്രൈസ് എന്ത് വേർത്ത് ആണെന്ന് വെച്ചാൽ ഇൻട്രൊഡക്ടറി പ്രൈസ് ആയിട്ടൊരു ബാങ്ക് ഡിസ്കൗണ്ടും കൂടി ഉണ്ട് 2000 rupees-ന്റെ. സോ 17,999 rupees ഒരു എഫക്റ്റീവ് പ്രൈസ് ആണ് വരുന്നത്. ആൻഡ് അതുപോലെ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ എക്സ്ട്രാ 2000 rupees-ന്റെ ഓഫറും കൂടെ പറയുന്നുണ്ട്. അതുപോലെ 2000 രൂപ വർത്ത് ആയിട്ടുള്ള മാക് കേസും മാക് പാഡും നിങ്ങൾക്ക് ഫ്രീ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഓഫേഴ്സ് ഒക്കെ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരേ ഒരു പോരായ്മയായിട്ട് തോന്നിയത് ക്യാമറ ഡിപ്പാർട്ട്മെന്റ് മാത്രമാണ്. ഒരു വെർസറ്റൈൽ ക്യാമറ ഇല്ല എന്നുള്ളതാണ്. ആൻഡ് അതേപോലെ ഇതൊരു ഗെയിമിംഗ് ഓറിയന്റഡ് അല്ലെങ്കിൽ പെർഫോമൻസ് ഓറിയന്റഡ് സ്മാർട്ട് ഫോണും കൂടെയല്ല. അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ആ ഒരു പ്രൈസ് പോയിന്റിന് ഫീച്ചർ വൈസ് നോക്കുമ്പോൾ വിട്ടുവീഴ്ചകൾ അധികം ഒന്നും വരുത്തിയിട്ടില്ല. അത്യാവശ്യം എല്ലാം തന്നെ ഈ ഒരു പ്രൈസ് പോയിന്റ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ഇൻഫിനിക്സ് ശ്രമിച്ചിട്ടുണ്ട്. ഒരേ ഒരു സജഷൻ എനിക്ക് പറയാനുള്ള, ഒരു ബോക്സ് പെട്ടെന്ന് കാണുമ്പോൾ 256GB സ്റ്റോറേജും 16GB റാമും ആണെന്ന് തോന്നും. ബട്ട് 8+8GB സ്റ്റാർ ഇട്ടിട്ടുണ്ട്. ബേസിക്കലി 8GB റാമാണ് ഇതിനകത്തുള്ളത്. മറ്റേത് വെർച്വൽ റാം അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് റാം ആണ്. അത് ഡയറക്റ്റ് ആയിട്ടൊന്ന് മെൻഷൻ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയേനെ. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമ്മൾക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ.